ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലെ വിശേഷമാണിത്. വിക്രവും വേദയും കൂടെ ഒന്നിച്ചൊരു യാത്ര പോകുമ്പം വിക്രത്തിനൊരു അബദ്ധം പറ്റുകയാണ്. ഒന്ന് പോലീസ് കൊണ്ടുപോയി വിക്രത്തിനെ നല്ലപോലെ പെരുമാറുകയാണ് കേട്ടോ. അതേസമയം വേദ വിക്രത്തിനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് വിക്രത്തിൻ്റെ അടുത്തിരുന്ന് വിക്രത്തെ ശുശ്രൂഷിക്കുകയാണ് കേട്ടോ. പുറത്ത് ചൂട് വെച്ച് കൊടുക്കുകയും സൂപ്പുണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വേദ പൊട്ടിക്കറിയാണ് വിക്രത്തിൻ്റെ മുറിവുകളൊക്കെ കാണുമ്പം. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ വിക്രം പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ കമല ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നുണ്ട് വിക്രത്തിന്. ഒരു ദിവസം രാവിലെ വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയം കമല ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയാണ് വിക്രത്തിന്. വിക്രം പറയുന്നുണ്ട്, എനിക്ക് ചായയൊന്നും വേണ്ടമ്മേ, ഞാൻ പോവാണ് പുറത്തേക്കിന്ന്. ആ സമയത്ത് വേദ ഒരുങ്ങി ഓടി വരികയാണ്. പുറത്തേക്ക് പോവാണോ, ഞാനും കൂടി ഒന്ന് വരാം എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തിനാ, നീ എൻ്റെ കൂടെ വരുമൊന്നും വേണ്ട. അപ്പോൾ വേദ പറയുക, അങ്ങനെ പറയല്ലേ, എനിക്ക് ടൗണ് വരെ പോകാനുണ്ട്, അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, ഏതായാലും അങ്ങോട്ട് പോവല്ലേ, ആ വഴിക്ക് എന്നെ അവിടെ ഒന്ന് ഇറക്കിയാൽ മതി. അപ്പോൾ വിക്രം പറയാണ്, പറ്റില്ല, നിന്നെയും പുറകെ വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോൾ വേദ പറയാണ്, അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെയും പുറകെ വെച്ചുകൊണ്ട് പോയതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇത്ര സൗകര്യക്കുറവ്? പറ്റില്ലെന്ന്, നിനക്ക് എൻ്റെ വണ്ടിയിൽ സീറ്റില്ല വേദേ എന്ന് പറയാണ്. അപ്പോഴേക്കും വേദ പറയാണ്, അമ്മേ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ തനിയെ പോകണോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ കമല പറയാ, എടാ നീ അവളെ ഒന്ന് കൊണ്ടുപോകും, അവളെ നീ പോകുന്ന വഴിക്കൊന്ന് ഇറക്കി വിട്ടാൽ മതിയല്ലോ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല ഇവളെയും കൊണ്ടൊന്നും പോകാൻ, ഇവയ്ക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതിൻ്റെ ലിസ്റ്റിങ് തരട്ടെ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അത് നിങ്ങൾ പോയി വാങ്ങിയാൽ ശരിയാവില്ല, എന്നെ ഒന്ന് അങ്ങോട്ട് ഇറക്കാവുന്നേ ഞാൻ ചോദിച്ചുള്ളൂ, അതിന് പറ്റുമോ? അപ്പോൾ വിക്രം പറയാം, നിനക്ക് ഒരുപാട് പണമൊക്കെ കയ്യിലില്ലേ, ആ പണം ഉപയോഗിച്ച് വണ്ടി പിടിച്ചങ്ങ് പോയാൽ പോരെ മോളെ. അപ്പോഴേക്കും വിക്രമത്തിന് വേദ കമലയോട് പറയാണ്, ദേ അമ്മ ഇത് കണ്ടോ, എന്നെ അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞിട്ട് ഇറക്കൊന്നുമില്ല. അപ്പോൾ കമല പറയാണ്, എടാ നീ ഇവിടെ അങ്ങോട്ട് ഇറക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇവക്ക് കൂട്ടുപോകും, ഈ വെയിലത്ത് ഞാൻ ഇവളുടെ കൂടെ നടന്നു പോയി തല കറങ്ങി എവിടെയെങ്കിലും വീഴുന്നത് നിനക്ക് കാണണോ? അപ്പോൾ വിക്രം പറയാണ്, അയ്യോ വേണ്ട, എന്നാൽ നീ വാ, ഇതൊരു വല്ലാത്ത നാശമായല്ലോ, കീറ് എന്ന് പറഞ്ഞ് വണ്ടിയുടെ പുറകിൽ കയറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. വേദ കമലയ്ക്കും ശ്രീജയ്ക്കും ഒക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ പോയി കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഒരു പോലീസ് ചെക്കിങ് കാണുകയാണ് കേട്ടോ. നമ്മുടെ പഴയ സാബു സാറാണ് കേട്ടോ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോഴേക്കും സാബു സാറ് ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പലരുടെയും ബുക്കും പേപ്പറും എല്ലാം വാങ്ങിച്ച് നോക്കുന്നുണ്ട് വണ്ടിയുടെ, എന്നിട്ട് ഫൈനും അടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വിക്രവും വേദയും ഹെൽമെറ്റ് വച്ചിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും, ഹെൽമെറ്റൊക്കെ എവിടെയാ, നിനക്ക് ഹെൽമെറ്റ് വെക്കാനൊന്നും പറ്റില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, അതിൻ്റെ ഫൈൻ അടച്ചോളാം സാറേ, ഹെൽമെറ്റ് വച്ചിട്ടില്ല, സമ്മതിച്ചു എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഹെൽമെറ്റിൻ്റെ ഫൈൻ മാത്രം അടച്ചാൽ മതിയോ, നിൻ്റെ ബുക്കും പേപ്പറും ഒക്കെ കാണിച്ച് വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറും എല്ലാം കാണിക്കണം എന്ന് പറയാണ് കേട്ടോ. അതേസമയം വേദയെ വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കാരൻ. വളരെ മോശമായിട്ട് വേദയോട് പെരുമാറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണോടാ നിൻ്റെ ഭാര്യ, ഇവള് കൊള്ളാലോടാ, നല്ല ചരക്കാണല്ലോടാ, നീ ഇവൻ്റെ കൂടെയാണോടി നടക്കുന്നത്, ഇതുപോലൊരു ഗുണ്ടയുടെ കൂടെ നടക്കുന്ന നീ കൊള്ളാലോടി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ വേദ ഭയങ്കര ബുദ്ധിമുട്ടി വിക്രത്തിൻ്റെ പുറയിലോട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ, പേടിച്ചരണ്ട്. അപ്പം പിന്നെയും ഈ പോലീസുകാരൻ വല്ലാത്ത നോട്ടം നോക്കി വളരെ മോശമായിട്ട് പറയുകയും വേദയുടെ കൈ കയറി പിടിക്കാനൊക്കെ പോവാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ദേ സാറേ, അവളോട് മോശമായിട്ട് സംസാരിക്കരുത്, എന്നോട് സാറ് പറഞ്ഞു പെറ്റിയടിച്ചു, അത് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു, ഫൈൻ ഞാൻ ഇപ്പോൾ തന്നെ അടച്ചേക്കാം, പിന്നെ എന്തിനാ ഞങ്ങളെ വിട്ടൂടെ, ഇനി എന്തിനാ ഞങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തുന്നത്, നിന്നെ വിടണമല്ലേ എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വച്ച് സംസാരിക്കുകയാണ്. വേദയാണ് മോശമായിട്ട് പറയുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ വിക്രത്തിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വിക്രം പറയാണ്, സാറേ ദേ എൻ്റെ ബുക്കിംഗ് പേപ്പറും ഒക്കെ ഇത് കണ്ടോ, ഇൻഷുറൻസിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞ് കാണിക്കുമ്പം അത് മേടിച്ചിട്ട് ഈ സാബു അങ്ങ് വലിച്ചു കീറി കളയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം ഇനി പേപ്പറൊന്നും ഇല്ലല്ലോ, അകത്ത് പോയി കിടക്കാൻ മോനെ എന്ന് പറയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, സാറ് എന്ത് പണിയാണ് സാറേ ഈ കാണിച്ചത്, ആ പേപ്പറുകളൊക്കെ കീറിക്കളയല്ലായിരുന്നു സാറ് ചെയ്തത്, ഇത് വളരെ മോശമാണ് സാറേ എന്നൊക്കെ പറയാണ്. നീ എന്നെ നന്മയും തിന്മയും പഠിപ്പിക്കാൻ വരികയാണോ,
അങ്ങനെയാണെങ്കിൽ വാടി എൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ ഈ പോലീസുകാരൻ്റെ ലക്ഷണം ആയപ്പോൾ തന്നെ ഫോണിൽ ഫേസ്ബുക്കിൽ ലൈവ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം റെക്കോർഡഡായിട്ട് എല്ലാവരും ലൈവായി കാണുന്നുമുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഇയാൾ മോശമായിട്ട് വേദയോട് പറയുകയും വേദയുടെ കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിക്രം തടയുകയാണ് ചെയ്യുന്നത്. അപ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, എടാ നീ എന്നെ തല്ലാൻ മാത്രമായല്ലേ, ഇവളോട് മോശമായിട്ട് പെരുമാറിയ ഞാൻ സാറിനെ തല്ലുക തന്നെ ചെയ്യും. സാർ എന്തിനാ ഇപ്പോൾ ഒരു പെറ്റിയടിക്കുന്ന കേസിന് ഇവളെ തല്ലാൻ പോകുന്നത്? ഇവളുടെ കൈ കയറിയെന്നാണ് സാറ് പിടിച്ചത്. അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ നല്ല അടി കൊടുക്കുകയാണ് വിക്രത്തിൻ്റെ. വിക്രവും തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് ജീപ്പിലിടുകയാണ്. എന്നിട്ട് പറയാം, നീ എൻ്റെ ദേഹത്ത് കൈ വയ്ക്കാറായല്ലേ, എന്നാൽ നമുക്ക് കാണാം, വാടാ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി പറയാം എന്ന് പറഞ്ഞ് വിക്രത്തിനെ പിടിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് ലോക്കപ്പിലിട്ട് നന്നായിട്ട് മർദ്ദിക്കുവാണ്. ഒരുപാട് അടിച്ച് ശരിയാക്കുവാണ്. വിക്രത്തിൻ്റെ പുറവും കൈയും കാലും എല്ലാം അടിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വേദ പറയാണ് സാബുവിനോട്, സാറേ ഇദ്ദേഹത്തെ വിടണം, ഇങ്ങനെ ചെയ്യാനുള്ള ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെന്തിനാ വിക്രത്തിനെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഓഹോ, നീയാണോ തെറ്റ് ശരിയും പഠിപ്പിക്കുന്നത്? ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് നീയാണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? നീ ആട്ടാടി ഈ ഗുണ്ടയുടെ ഭാര്യയോ അതോ വെപ്പാട്ടിയോ? നിന്നെ ഇവൻ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നു കേട്ടു. അതിലെന്തെങ്കിലും സത്യമുണ്ടോടി? ഇപ്പോഴും നീ ഇവൻ്റെ കൂടെയാണ് പോർക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വിവാഹം നടന്നെന്നുള്ളതിന് തെളിവെന്തെങ്കിലും ഉണ്ടോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ നിയമവശം നോക്കിയാൽ സാറിനറിയാവോ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്? ഒരു ഹെൽമറ്റ് വയ്ക്കാത്ത കേസിന്, പെറ്റി അടിച്ച് വിടേണ്ട കേസിന് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ കൊണ്ടുവന്ന് തല്ലിച്ചതയ്ക്കേണ്ട കാര്യമുണ്ടോ? ഓഹോ, അപ്പോൾ ഇവൻ എൻ്റെ ദേഹത്ത് കൈ വെച്ചത് നീ കണ്ടില്ലേടി? കൈ വയ്ക്കാൻ കാരണം എന്താണെന്ന് സാറിനറിയാമല്ലോ. സാർ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോഴല്ലേ വിക്രം ഇടപെട്ടത്. അപ്പോൾ സാറ് തന്നെയല്ലേ വിക്രത്തിനെ തല്ലിയത്? അതിനുശേഷമല്ലേ വിക്രം തിരിച്ചു തല്ലിയത്? ഓഹോ, അപ്പോൾ ഒരു പോലീസുകാരനെ എന്ത് ചെയ്യാമെന്നാണോ? എൻ്റെ ദേഹത്ത് കൈ വച്ച ഇവൻ ഉടനെ ഒന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന നീ ഓർക്കണ്ട. ഇവനെ അടിച്ച് ഇഞ്ച പരുവാക്കും ഞാൻ എന്ന് പറയാണ് സാബു. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓഹോ സാറ എത്രത്തോളം ചെയ്യുമെന്ന് നമുക്ക് കാണാമല്ലോ. നീ എന്നെ വെല്ലുവിളിക്കുകയാണോടി എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും കമ്മീഷണർ അവിടെ എത്തുന്നുണ്ട് ധൃതി പിടിച്ച്. കമ്മീഷണർ വന്നിട്ട് സാബുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ സാബു ഇത്, എന്തിനാ ഇയാളെ പിടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്? അത് സാറേ, ഇവൻ വഴി വെച്ച് ഇവനോട് പെറ്റി ചോദിച്ചപ്പം എന്നെ തല്ലി. അതുകൊണ്ടാ ഒരു പോലീസുകാരൻ്റെ ദേഹത്ത് കൈവച്ച് ഇവനെ തല്ലാതിരിക്കാൻ പറ്റുമോ? അത് തന്നെയല്ല, ഇവനൊരു ഗുണ്ടയും ഒരു തെമ്മാടിയും ഒക്കെയാണ്. ഇവന് കൊള്ളേണ്ടത് തന്നെയാണ് സാറേ കൊള്ളുന്നത്. അപ്പോൾ കമ്മീഷണർ പറയാണ്, തനിക്കിങ്ങനെ തോന്നുന്നവരെ പിടിച്ച് ലോക്കപ്പിലിട്ട് തല്ലാനുള്ളതാണോ? ഒരു പെറ്റി കേസിൻ്റെ പേരിൽ ഇങ്ങനെ പിടിച്ചിട്ട് തല്ലാൻ തനിക്കാരാടോ അധികാരം തന്നത്? അത് സാറേ, താൻ ഉടനെ തന്നെ ഇയാളെ പുറത്തിറക്കി വിടണം, ഇല്ലേ തൻ്റെ തൊപ്പി ഇപ്പം തെറിക്കും. അതെന്താ സാറേ അങ്ങനെ? ഇവന് വേണ്ടി ആരാ സാറിനോട്? താനൊന്നും മിണ്ടാതിരുന്നോണം, പെട്ടെന്ന് തന്നെ ഇയാളെ റിലീസ് ചെയ്യുക, ഇല്ലെങ്കിൽ തൻ്റെ ജോലി ഇപ്പം തെറിക്കും എന്ന് പറയുകയാണ് കമ്മീഷണർ. അപ്പം തന്നെ പെട്ടെന്ന് സാബു തുറന്നു വിടുകയാണ് വിക്രത്തിനെ. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് കമ്മീഷണർ, മേഡം ഇതൊരു പ്രശ്നമാക്കരുത്, മേഡം ആ ലൈവ് ഒന്ന് ഓഫ് ചെയ്യണം. ഇതിപ്പം മോള് വരെ പോയിട്ടുണ്ട് ഈ സംഗതിയെല്ലാം. ഇത് ലൈവായിട്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വേദ പറയാണ്, അതൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷേ ദേ ഈ സാബു പോലീസ് ഉണ്ടല്ലോ, നമ്മുടെ വിക്രത്തിനോടൊന്ന് മാപ്പ് പറയണം. ഈ ചെയ്തു പോയ തെറ്റിന് വിക്രത്തിനോട് ഇയാൾ മാപ്പ് പറയണം, അതും ലൈവിൽ എല്ലാവരും കാണണം എന്ന് പറയാണ്. അപ്പോൾ സാബു ചോദിക്കുന്നുണ്ട്, എന്താ സാറേ എന്ത് ലൈവിൻ്റെ കാര്യമാണ് പറയുന്നത്? എടോ, താൻ അവിടെ വെച്ച് കാണിച്ച തെമ്മാടിത്തരം തൊട്ട് ഇവിടെ വെച്ച് കാണിച്ച തെമ്മാടിത്തരം വരെ ഈ കുട്ടി ലൈവായിട്ടിട്ടിരിക്കുക. ഈ ലോകത്തുള്ള എല്ലാവരും ഇത് കാണുക, വീഡിയോ അങ്ങ് വൈറലായി പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അവിടെ ഇരിക്കാൻ മേലഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തൻ്റെയൊക്കെ ഓരോ തോന്നിയാസത്തിനെ ഇനിയിപ്പം വിക്രത്തിനെ ഇറക്കി വിട്ടില്ലേ, താൻ മാപ്പ് പറയടോ, എന്നിട്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ നോക്ക് എന്ന് പറയുമ്പം പറയുകയാണ് കേട്ടോ നമ്മുടെ സാബു, ഞാൻ മാപ്പൊന്നും പറയാൻ പോകുന്നില്ല ഇവനോട്. അപ്പോൾ വേദ പറയാണ്, വേണ്ട സാറ് മാപ്പ് പറയണ്ട, ഇതിങ്ങനെ ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാവരും കാണട്ടെ സാറിൻ്റെ ധാർഷ്ട്യം. അപ്പോൾ കമ്മീഷണർ പറയാണ്, എടോ തൻ്റെ തൊപ്പി തെറിക്കോടോ, താൻ മാപ്പ് പറ. അപ്പോഴേക്ക് സാബു പറയാണ് വിക്രത്തിനോട്, സോറി മാപ്പ് എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പം കമ്മീഷണർ വേദയോട് പറയുന്നുണ്ട്, കുട്ടി ആ ലൈവ് ഓഫാക്കൂ, എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഇത് പ്രശ്നമാക്കരുത് കേട്ടോ എന്ന് പറയാണ്.
അപ്പോൾ വേദ ആ ലൈറ്റ് ഓഫാക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഇതുപോലെ വേണ്ടാത്മക കാണിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. നല്ലവരായ പോലീസുകാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ കുറച്ചെണ്ണം മതിയല്ലോ പേര് കേൾപ്പിക്കാൻ. ഇപ്പം സാറ് തന്നെ കണ്ടില്ലേ സത്യാവസ്ഥ. അധികാരം കയ്യിലുള്ളപ്പം അത് വെച്ച പാവപ്പെട്ടവരോട് എന്തും ചെയ്യാമെന്നുള്ള ധാരണയാണ് ഇവർക്കൊക്കെ എന്നൊക്കെ വേദയും പറയാണ് കേട്ടോ. എന്നിട്ട് വിക്രത്തിനാണെങ്കിൽ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ആകെ മൊത്തം ഏന്തിയാണ്. വേദ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ് വിക്രത്തിനെ. വിക്രത്തിൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഓട്ടോറിക്ഷയിൽ വിക്രത്തിനെ കൊണ്ടുവന്ന് വീടിൻ്റെ മുമ്പിൽ പിടിച്ചിറക്കാണ്. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടുക. എന്തു പറ്റി, എന്താ ആക്സിഡൻറ്റ് സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ പറയുക, ആക്സിഡൻ്റ് അല്ല, പോയ വഴിക്ക് ഒരു പോലീസുകാരൻ കാര്യമില്ലാതെ പിടിച്ചടിച്ചതാ എന്ന് പറയാണ്. എന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറ്റി പിടിച്ചിരുത്താണ്. വിക്രത്തിൻ്റെ ദേഹം മുഴുവൻ പരിക്കാണ് കേട്ടോ. നടക്കാനും മേല ഇരിക്കാനും മേലാത്ത അവസ്ഥയാണ്. അപ്പോഴേക്കും കമലയും ശ്രീജിയൊക്കെ ഓടി വരുക, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ രണ്ടും ഒന്നിച്ചു പോയപ്പം ഒരു പോലീസുകാരൻ എന്നോട് മോശമായിട്ട് പെരുമാറി. അയാളെ എതിർത്തതാ വിക്രം. അയാൾ ലോക്കപ്പിൽ കൊണ്ടിട്ട് ചതച്ചതാ എന്ന് പറയാണ്. അമ്മേ ഇത്തിരി ചൂടുവെള്ളം വയ്ക്കേ, ചൂട് വെച്ചാൽ മതി, ഇത് മാറുമായിരിക്കും, അതുകൊണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശ്രീജയും കമലയും പോയിട്ട് ചൂടുവെള്ളമൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വിക്രം റൂമിൽ കമന്ന് കിടക്കുകയാണ്. എന്നിട്ട് വിക്രത്തിൻ്റെ പുറത്ത് ചൂട് വെച്ച് കൊടുക്കുകയാണ് കമല. കരഞ്ഞുകൊണ്ടാണ് കേട്ടോ. എനിക്കിതൊന്നും കണ്ട് സഹിക്കാൻ വയ്യ വിക്രം. നിന്നോട് ഇതുപോലെ അടിപിടിക്കും തല്ലുകേസിനും ഒന്നും പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പം കണ്ടില്ലേ നിൻ്റെ അവസ്ഥ? എന്ത് മുറിവുകളാ മോനെ നിൻ്റെ പുറത്ത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അപ്പം ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, അതൊന്നും സാരമേ, ഇതൊരു കാര്യമില്ലാത്ത കാര്യത്തിന് അയാൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുക. അപ്പോൾ കുറച്ച് കഴിയുമ്പം മാറുകയാണ് കേട്ടോ കമല. എന്നിട്ട് വേദയാണ് ഇരുന്ന് ചൂട് വയ്ക്കുന്നത്. കമന്ന് കിടക്കുന്ന വിക്രം വേദയാണെന്ന് മനസ്സിലാക്കാതെ വേദയോട് പറയുന്നുണ്ട്, ഇപ്പോൾ ചൂട് പാകത്തിനാ, ഇതുപോലെ തന്നെ വെച്ചാൽ മതി, ഇപ്പം നല്ല സുഖമുണ്ട്, ഇത്രയും നേരം ഇത്തിരി ചൂട് കൂടുതലായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പം വേദ ഒന്നും മിണ്ടാതിരുന്ന് കരയാണ്, ഏങ്ങലടിച്ച് കരയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എന്തിനാ അമ്മ കരയുന്നത്? അമ്മ ഇങ്ങനെ കരയാതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ നാളെ അങ്ങ് മാറില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിക്രം. അപ്പോഴും വേദ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം വിക്രത്തിന് കുടിക്കാനായിട്ട് സൂപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ ശ്രീജ. വേദയാണ് കേട്ടോ സൂപ്പ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം കറക്റ്റ് പാകത്തിനാക്കിയിട്ട് വേദയ്ക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീജ. അപ്പോഴേക്കും വിക്രം പതുക്കെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയാണ്, അമ്മേ ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, ചായയൊന്നും കുടിക്കണ്ട, ദേ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ചൂടോടെ കുടിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ സൂപ്പ് കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തിന്. ശ്രീജ കൊണ്ടുപോയി. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ചേച്ചി, ഏടത്തി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ടേ ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, ഇതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തന്നത് വേദയാണ്, വേദ പറഞ്ഞതനുസരിച്ചാണ് ഇതുണ്ടാക്കിയത് എന്ന് പറയുമ്പം വിക്രം പറയാണ്, എന്തായാലും ഉണ്ടാക്കിയില്ലേ, അതിനൊരു താങ്ക്സ് എന്ന് പറഞ്ഞ് ആ സൂപ്പ് ഇങ്ങനെ ഊതി കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് സുധാകരൻ മാഷ് അങ്ങോട്ട് കയറി വരുന്നത്. സുധാകരൻ മാഷാണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് വരുന്നത്. വന്നിട്ട് പറയാണ്, ഓഹോ തല്ലുകൊണ്ടുവന്ന തല്ലുകൊള്ളി തെമ്മാടിക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുടിപ്പിക്കുമായിരിക്കും അല്ലേ? എടാ നാണമില്ലേടാ നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ? ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി അടിയും കൊണ്ട് വന്ന് കയറിയിരിക്കുന്നു മഹാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് മാഷേ വേറൊന്നും പറയില്ലേ, വിക്രത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇന്ന് അടിയുണ്ടായത്, നീ എന്നോടൊന്നും സംസാരിക്കരുത്, നീ എന്തിനാ ഇവന് ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ് സുധാകരൻ മാഷ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനും ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ ഒപ്പം, ഞാനും ഈ സംഭവത്തിനൊക്കെ സാക്ഷിയാണ്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം സുധാകരൻ മാഷ് പറയാണ്, നീ ഒന്നും പറയണ്ട, നീ ഇവന് ന്യായവും പറഞ്ഞുകൊണ്ട് വരുന്നു, ഇതുപോലൊരു തെമ്മാടിയുടെ ഭാര്യയായിട്ടല്ലേ നീ നടക്കുന്നത്, അതുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് നിൻ്റെ അടിമത്തമാണ് എന്നൊക്കെ പറയാണ്. അപ്പം വേദ പറയുന്നുണ്ട്, ഉള്ള കാര്യം പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്നോട് ആ പോലീസുകാരൻ മോശമായിട്ട് പെരുമാറിയപ്പോഴാണ് വിക്രം അതിലിടപെട്ടത്, നിന്നോട് എങ്ങനെ അയാൾ മോശമായിട്ട് പെരുമാറാതിരിക്കും? നിന്റെ ഭർത്താവ് ഇവനല്ലേ, ഒരു തെമ്മാടിയും ഗുണ്ടയും, ഈ തെമ്മാടിയുടെയും ഗുണ്ടയുടെയും കൂടെ പോകുന്ന നീയും ഒരു ചീത്തപ്പെണ്ണാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ, അതുകൊണ്ടായിരിക്കും നിന്നോട് അയാൾ മോശമായിട്ട് പെരുമാറിയത്. അത് കേൾക്കുമ്പോഴേക്കും കമല പറയാണ്, മാഷേ അങ്ങനെയൊക്കെ പറയാതെ ആ കുട്ടിയെ,
പിന്നെ എന്താ ഞാൻ ഇവളെ പറയേണ്ടത്? ഇവൻ്റെ കൂടെ എന്തുദ്ദേശിച്ചാണ് ഇവള് ജീവിക്കുന്നത്? ഇതുപോലൊരു തല്ലുകൊള്ളിയുടെ കൂടെ നടക്കാൻ ഇവക്ക് നാണമില്ലേ? പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതല്ലേ? ദേ, ഇവനും പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്. എന്നിട്ടും ഇങ്ങനെ തല്ലുകൊള്ളിത്തരവും കാണിച്ചു നടക്കുന്ന ഇവനെ മുട്ടാളൻ എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള മുട്ടാളൻ്റെ കൂടെ ജീവിക്കുന്ന ഇവള് നല്ല പെണ്ണാണോ എന്നൊക്കെ മാഷ് ചോദിക്കാണ്. അപ്പം വേദ പറയാണ്, മാഷ് അങ്ങനെ അടിച്ച് ആക്ഷേപിക്കുകയൊന്നും വേണ്ട. ഞാൻ ചെയ്തത് ശരി തന്നെയാണ്. ഞാനും വിക്രവും കൂടി പോയ സമയത്ത് ആ പോലീസുകാരനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. വിക്രത്തിനോട് നേരത്തെയുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് അതൊക്കെ പറഞ്ഞത്. വെറും ഒരു പെറ്റി കേസ്, ഹെൽമെറ്റ് വെക്കാത്ത ഒരു കേസിനാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചത്. പെറ്റി അടയ്ക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോഴാണ് വിക്രം ഇടപെട്ടത്. ഞാൻ അങ്ങയുടെ കൂടെ വരുമ്പം എന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാ അങ്ങ് ഇടപെടില്ലേ? മാഷ് ഇടപെടില്ലേ എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പം മാഷൊന്നും മിണ്ടുന്നില്ല. അതുപോലൊന്നും ഇടപെട്ടതേ ഉള്ളൂ വിക്രം. എന്നിട്ട് അയാൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതച്ചു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മാഷ് പറയാണ്, എന്തായാലും എനിക്ക് ന്യായമൊന്നും കേൾക്കണ്ട, എനിക്കിവന് ഒരു സപ്പോർട്ട് പറയാനും പറ്റില്ല. അപ്പോൾ വേദ പറയാണ്, ഈ വിവരങ്ങളെല്ലാം ലൈവായിട്ട് നാട്ടുകാരെല്ലാം കണ്ടു. അതിൻ്റെ വീഡിയോ എല്ലായിടത്തും ഉണ്ട്. കാണണമെങ്കിൽ മാഷ് കണ്ടു നോക്ക്. എന്നിട്ട് പറ, അതിൽ വിക്രമാണോ തെറ്റ് ചെയ്തത്, ആ പോലീസുകാരനാണോ തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം. അയാളാ തെറ്റ് ചെയ്തത്, നാട്ടുകാരെല്ലാം കണ്ടു. അയാൾ വിക്രത്തോട് മാപ്പും ചോദിച്ചു. ഇനിയിപ്പം മാഷിന് മാത്രം എന്താ ക്ഷമിക്കാൻ ബുദ്ധിമുട്ട്? എപ്പോഴും അങ്ങനെ വിക്രത്തിനെ അടിച്ചാക്ഷേപിക്കരുത്. എൻ്റെ ഒപ്പം നിന്നവനാ വിക്രം. വിക്രത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. തെറ്റിൻ്റെ ഭാഗത്ത് ഞാൻ ഒരിക്കലും നിൽക്കില്ല. ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ ഈ വേദ നിൽക്കുകയുള്ളൂ. ഇപ്പം വിക്രത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ന്യായം. അതുകൊണ്ട് വിക്രത്തിനെ ഞാൻ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും എന്ന് വേദ ഉറച്ചു പറയുകയാണ് കേട്ടോ സുധാകരൻ മാഷിനോട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്